ഇന്ന് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒണിയൻ ടൊമാറ്റോ മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. നല്ല ടേസ്റ്റാണ് ഇതിന്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പ്ലീസ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ ആൻഡ് പ്രസ് ഓൺ ദി ബെൽ ഐക്കൺ ഫോർ ദി ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്. ഇതുണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ: വെജിറ്റബിൾ ഓയിൽ 2 ടേബിൾ സ്പൂൺ, ചെറിയ ഉള്ളി 2 എണ്ണം, വെളുത്തുള്ളി 2 എണ്ണം, ഇഞ്ചി 1 ചെറിയ കഷ്ണം, സവാള 2 എണ്ണം, തക്കാളി 1 എണ്ണം, പെരിഞ്ജീരകം 1/2 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് പാകത്തിന്, മസാലപ്പൊടി 1/2 ടീസ്പൂൺ, കറിവേപ്പില 1 തണ്ട്. ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയാണ് ഇഷ്ടമെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണ ചൂടായി വരുമ്പോൾ 2 വെളുത്തുള്ളി, 2 ചെറിയ ഉള്ളി, പിന്നെ 1 കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അധികം മൂപ്പിക്കണ്ട, ഒന്ന് വഴണ്ടു വന്നാൽ മതി. ഇനി 2 മീഡിയം സൈസ് സവാളയാണ് ചേർത്തിരിക്കുന്നത്. ഏകദേശം 1 കപ്പ് സവാളയുണ്ട്. അത് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. ബ്രൗൺ നിറമാവുന്ന വരെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള ബ്രൗൺ നിറമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എണ്ണ തെളിഞ്ഞ് വരുന്ന വരെ ഇളക്കി കൊടുക്കുക. അപ്പോൾ പൊടികളൊക്കെ നല്ലപോലെ മൂത്ത് വരും. ഇനി ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് വെന്ത് ഉടഞ്ഞു വരണം, അതുവരെ വഴറ്റിയെടുക്കുക. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തക്കാളി നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. ഗരം മസാല നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഗരം മസാലയുടെ ടേസ്റ്റ് അനുസരിച്ച് വേണം ചേർക്കാൻ. ചിലതിന് കൂടുതൽ ചേർക്കേണ്ടി വരും. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി നല്ലതുപോലെ വറ്റിച്ചെടുക്കേണ്ടി വരും. എനിക്ക് ഇത് ഇത്രയും മതിയെങ്കിൽ ഇവിടെ വെച്ച് നിർത്താം, അല്ലെങ്കിൽ നല്ലപോലെ വറ്റിച്ചെടുക്കുക. ഞാനിപ്പം നല്ലപോലെ ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഒണിയൻ ടൊമാറ്റോ മസാല റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയും പൂരിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. പെരിഞ്ജീരകം ചേർത്തുകൊണ്ട് പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ വെള്ളം ഒഴിച്ചുകൊണ്ട് നല്ല സോഫ്റ്റുമാണ്. ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഹായ് ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയ റെസിപ്പീസ് ഉടനെ ലഭിക്കാനായി നോട്ടിഫിക്കേഷൻ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ.